മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയും ബബിതയും രോഹിത്തും മനുശങ്കറും അമ്മാവന്മാരുമെല്ലാം ചേർന്ന് വൈജയന്തിയെ കൂട്ടിക്കൊണ്ടുവരാൻ ആശ്രമത്തിലേക്ക് ചെന്നു. എന്നാൽ വൈജയന്തിയെ ഒന്ന് കാണുവാൻ പോലും അവർക്ക് സാധിച്ചില്ല. അവർ നിരാശയോടെ തിരിച്ചു വന്നു. തിരിച്ചു വരുന്നതിനിടയിൽ അലീന തന്റെ പഴയ സ്നേഹനികേതനിൽ കയറുകയും അത് ഏറ്റെടുക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ടാനിയാണ് സെൽഫോൺ എടുത്തുകൊണ്ടുപോയി സ്റ്റാൻലിയുടെ കയ്യിൽ കൊടുത്തത്. നമ്പർ പ്രസ് ചെയ്തിട്ട് അയാൾ നീളൻ വരാന്തയിലൂടെ നടന്നു. ടാനിയ അതും നോക്കി തൂണും ചാരി നിന്നു. മറുവശത്ത് നിന്ന് ഹലോയും ഗുഡ് ഈവനിങ് കേട്ടപ്പോൾ അയാൾ തീരെ മയമില്ലാതെ ചോദിച്ചു, നീ ഇപ്പോൾ എവിടെയാ? ഞാൻ ഇവിടെ പാലായിൽ തന്നെ ഉണ്ട് പപ്പ. അലീനയുടെ വിസ്മയം പൂണ്ട മറുപടി വന്നു. പപ്പ എന്താ അങ്ങനെ ചോദിച്ചേ? മിനിഞ്ഞാന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വിളിക്കാൻ ആർക്കാ വയ്യാത്തെ? ആഫ്രിക്കയിൽ പോയിരുന്നാലും വിളിക്കാം. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലയോ? വരുന്നുണ്ട് പപ്പ. എന്ന്? അടുത്ത വർഷമോ? ഉടനെ വരുന്നേ. 2-4 ദിവസമെന്ന് പറഞ്ഞ് നീ ഇവിടുന്ന് പോയിട്ടിപ്പോൾ ദിവസം എത്രയായി? അത് ഓർമ്മയുണ്ടോ നിനക്ക്? പപ്പ, അച്ഛൻ ഹോസ്പിറ്റലിലെ വിവരം അവിടുന്ന് പോരുമ്പം അറിയത്തില്ലായിരുന്നോ? അലീന, നീ രണ്ടിലൊന്ന് തീരുമാനിക്കുക. ഒന്നുകിൽ ആ വീട്, അല്ലെങ്കിൽ ഈ വീട്. നിനക്ക് അതാണ് കൂടുതൽ സുഖമെങ്കിൽ അവിടെ സ്ഥിരമായി നിൽക്കുക. പപ്പ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞല്ലോ. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു ഉത്തരവാദിത്തം വേണ്ടടി. അങ്ങേയറ്റത്ത് അനക്കമില്ല. മൗനം. സ്റ്റാൻലി ഫോൺ ടാനിയുടെ നേർക്ക് നീട്ടി. ഇനി നീ സംസാരിക്ക്. ഞാൻ പറഞ്ഞാലേ കൂടിപ്പോകും. ടാനിയ ഫോൺ വാങ്ങി ചെവിയോട് ചേർത്തു. അലിനി ചേച്ചി? മറുപടിയില്ല. അലിനി ചേച്ചിയേ? അയ്യോ, കട്ടായോ? ആ, ഹലോ. ആ, പിണങ്ങി മിണ്ടാതെ നിൽക്കുവാണോ? പപ്പ ഇത്തിരി ചൂടിലാ ചേച്ചി. അവിടെ എന്താ കുഴപ്പമെന്ന് പറ മോളെ. പപ്പയ്ക്കേ കണ്ണി കാണുന്ന ഒന്നും പിടിക്കുന്നില്ല. ഫുഡ് ശരിയാകുന്നില്ലെന്ന് പറഞ്ഞ് പൗലോസ് ചേട്ടന് രാവിലെ കുറേ വഴക്ക് കൊടുത്തു. ടെലസ ഏതാണ്ട് കുരുത്തക്കേട് കാണിച്ചതിന് അവൾക്കും കിട്ടി. മമ്മിയുടെ കാര്യം പിന്നെ അറിയില്ലേ. അലിനി ചേച്ചി പോയ ശേഷം മുറിന്ന് പുറത്തിറങ്ങാനൊക്കെ വലിയ മടി. അലിനി ചേച്ചി എന്നാ വരുന്നേ? ഞാൻ ഉടനെ തന്നെ വരാം മോളെ. ഞാനില്ലാത്തപ്പം നീ വേണ്ടേ എല്ലാം നന്നായിട്ട് നോക്കാൻ? എന്റെ കണ്ണ് എല്ലായിടത്തും എത്തുന്നില്ല ചേച്ചി, അതാ പ്രശ്നം. എത്തണം മോളെ, അല്ലാതെ പറ്റില്ല. ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവില്ലല്ലോ. അലിനി ചേച്ചി എന്താ ഉടനെ കല്യാണം കഴിച്ചു പോകുന്നുണ്ടോ? ആ, അതെ. ഒപ്പം ചെറുചിരിയും ടാനിയ കേട്ടു. ഓ, നിശ്ചയിച്ചോ? ആരാണ് വരൻ? അതൊക്കെയുണ്ട്. എങ്കിലും പേര് പറ. നീ ടെൽസേക്കൊന്ന് കൊടുത്തേ. ടാനിയ ഫോണുമായി മുറിയിലേക്ക് പോയി. ടെൽസ കട്ടിൽ തന്നെ പിണങ്ങിയിരിക്കുകയായിരുന്നു. ഇന്നാടി ഫോൺ. വേണ്ട. അവൾ മുഖം വെട്ടിച്ചു. അലിനി ചേച്ചിയാ. ടെൽസ പെട്ടെന്ന് ഫോണിലേക്ക് നോക്കി. എന്നാലും വേണ്ട. ഞാനിപ്പം കട്ട് ചെയ്യും. ടെൽസ കിടക്കയിലൂടെ നിരങ്ങി വന്ന് ഫോൺ വാങ്ങി. അലീന അവളോട് സംസാരിച്ചതും അവൾ കരച്ചിലും പരാതി പറച്ചിലും തുടങ്ങി. അലീന അവളെ ആശ്വസിപ്പിച്ചു. ആരാടാ നിന്നെ വഴക്ക് പറഞ്ഞത്? ഞാനില്ലാത്തപ്പം എന്റെ കൊച്ചിനെ ആരാ കരയിച്ചത്? ഞാൻ അങ്ങോട്ട് വരട്ടെ, ചോദിക്കുന്നുണ്ട് കേട്ടോ. ചോദിക്കണേ. പപ്പയ്ക്ക് നല്ല വഴക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ ബൈച്ചേട്ടനെ. ബൈച്ചേട്ടൻ എന്ത് ചെയ്തു മോളെ? ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി മഴ നനഞ്ഞപ്പം എന്നെ ഓടിച്ചു. ആഹാ, എന്റെ മോൾക്ക് മഴ നനയാൻ പോലും സ്വാതന്ത്ര്യമില്ലേ? അത്രയ്ക്കായോ? എല്ലാം ഞാൻ ചോദിച്ചോളാം. മോളവിടെ വഴക്കുണ്ടാക്കാതിരിക്കണേ. അത് ടെൽസ സമ്മതിച്ചു. എന്നിട്ട് ഫോൺ ടാനിയയുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. അലീന കടപ്പാട്ടൂരിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ഈയൊരു ദിവസം കൂടിയേ ഉള്ളൂ. ബബിതയ്ക്കും കൃഷ്ണയ്ക്കും അതറിഞ്ഞപ്പോൾ മുതൽ വല്ലായ്മയായി. രോഹിത് ബാംഗ്ലൂരിലായതുകൊണ്ട് അവനെ ഇത് അത്ര കണ്ട് ബാധിക്കുകയുമില്ല. അലിനി ചേച്ചി ഇവിടെ താമസിച്ചാൽ മതിയായിരുന്നു. ഇവിടെ അല്ലേ അമ്മ പോലും ഇല്ലാത്തത്? അവിടെ ടാനിയക്കും ടെൽസയ്ക്കും ഒക്കെ അവരുടെ മമ്മി ഉണ്ടല്ലോ. ബബിത വിഷാദത്തോടെ പറഞ്ഞു. ആ കുട്ടികൾക്ക് മമ്മി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ അവിടെ താമസിച്ച് കണ്ടിട്ടുള്ളതല്ലേ. അവിടെ ഞാൻ ഏറ്റെടുത്ത ഒരു ജോലി തീർന്നിട്ടുമില്ല. ടെൽസയുടെ ചികിത്സ പാതി വഴിക്ക് കിടക്കുകയാ. ആന്റിയെ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകണം. പിന്നെ പിന്നെ എന്താ? കേട്ടാത്തൊന്നും ഭയങ്കര മലമറിക്കാനുണ്ടെന്ന്. ഇതെല്ലാം കൂടി 2 ദിവസത്തെ ജോലിയല്ലേ ഉള്ളൂ ചേച്ചി. എനിക്ക് നിന്റെ അത്ര സ്പീഡുണ്ടോ? ഞാൻ പതുക്കിയല്ലേ എല്ലാം ചെയ്യുന്നേ. ഓ, ഇനി കളിയാക്കലും കൂടി വേണ്ട കേട്ടോ. പോയിട്ട് എന്ന് വരും? അങ്ങനെ കൃത്യം ഡേറ്റ് വലുതും നോക്കണോടി. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഇങ്ങ് വരാമല്ലോ. ആ തോന്നൽ വരണത് എന്നാണെന്നാ ഞാൻ ചോദിച്ചത്. ഇവിടെ എന്നെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയപ്പോഴൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ഇല്ലേ? അങ്ങനൊന്നും പറഞ്ഞു ഞാൻ നോക്കണ്ട മോളെ. അവിടെ ഒരാഴ്ച, പിന്നെ ഇവിടെ ഒരാഴ്ച, അങ്ങനെ മതി.
ഒരിടത്ത് കുറഞ്ഞൊന്നും വേണ്ട, വേറൊരിടത്ത് കൂടിയൊന്നും വേണ്ട. എന്നിട്ട് ബബിത ഇത്രയും കൂടെ കൂട്ടിച്ചേർത്തു. അല്ലെങ്കിൽ എന്നെ കൂടി കൊണ്ടുപോയിക്കോ. ഉടൻ കൃഷ്ണജ ഇടപെട്ടു. അയ്യോടി മോളെ, ഇനി വിടാമേ. ഇനി ഞാനാ പോകുന്നേ. ഞാൻ ഇന്നേവരെ പോയിട്ടില്ല കുളത്തൂപ്പുഴയ്ക്ക്. അതിന് നിനക്കാരുണ്ടടി കുളത്തൂപ്പുഴയിൽ? ബബിത അവളെ കൊച്ചാക്കി. ചേച്ചിക്കാരുണ്ടായിരുന്നു? ഒരു തവണ പോയപ്പോഴല്ലേ സ്റ്റാൻലി പപ്പയും ഒക്കെ ആയിട്ട് കൂട്ടായത്. ഞാൻ പോയിട്ട് വരുമ്പം അതിനേക്കാളും വലിയ കൂട്ടാകും. ആ, ഇനി അതിന് ചാൻസ് കുറവാ. ബബിത എരികേറ്റി. ആലിനി ചേച്ചി, ഇനി എന്നെ കൊണ്ടുപോണേ. എനിക്ക് ആലിനി ചേച്ചി തീരെ കുറച്ച് മാത്രം കിട്ടിയത് എല്ലാവരും കൂടി ഒളിച്ചു വെച്ചിട്ട്. ബബിതേ, വെറുതെ തർക്കിക്കണ്ട. എന്റെ കൃഷ്ണമോളെ കുളത്തൂപ്പുഴയ്ക്ക് കൊണ്ടുപോയിട്ടേ ഇനി വേറെ ആരെയും ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ, അലീന പറഞ്ഞു. അത് കേട്ടതോടെ കൃഷ്ണയ്ക്ക് സമാധാനമായി. രാത്രിയിൽ ബാലചന്ദ്രൻ ഷോപ്പിൽ നിന്ന് വന്ന് അത്താഴത്തിനിരുന്നപ്പോൾ ബബിത പറഞ്ഞു, അച്ഛാ, അലീന ചേച്ചി നാളെ പോവാട്ടോ. നാളെയോ? ബാലചന്ദ്രൻ നെറ്റി ചുളിച്ച് അലീനയെ നോക്കി. പപ്പ വിളിച്ചു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞായിരുന്നു അച്ഛാ. ഇവിടെ നീ കുറച്ചു ദിവസം കൂടി താമസിച്ചാൽ സ്റ്റാൻലിക്ക് അവിടെ സമാധാനം കിട്ടത്തില്ലേ? അങ്ങനെ ചോദിക്കച്ച, ബബിത പറഞ്ഞു. അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളിട്ടിട്ട് അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് എന്തു ചെയ്യാനാ? ഈ അച്ഛനെ പറഞ്ഞാ മതി. അച്ഛനല്ലേ സ്റ്റാൻലി പപ്പയെ അലീന ചേച്ചിക്ക് കാട്ടിക്കൊടുത്തത്. വല്ല കാര്യവും ഉണ്ടായിരുന്നോ? അലീനയ്ക്ക് അവളുടെ വർത്തമാനം കേട്ടിട്ട് ചുണ്ടിൽ ചിരിയൂറി. ഉറങ്ങാൻ കിടക്കും മുൻപ് ബാലചന്ദ്രനുള്ള ഗുളികകളും ചൂടുവെള്ളവും എടുത്തു കൊടുക്കുമ്പോൾ അലീനയുടെ നേർക്ക് ചോദ്യം വന്നു. നീ പോയിട്ട് തിരിച്ചു വരുമോ അലീന? അച്ഛനെന്താ ഇങ്ങനൊക്കെ ചോദിക്കുന്നേ? ഞാൻ ആരെയും ഉപേക്ഷിച്ചു പോവുകയല്ലോ. അല്ല, ഭാവിയെപ്പറ്റി നിനക്കൊരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ. നിനക്ക് 25 വയസ്സാകുന്നു. എന്താണ് നിന്റെ മനസ്സിൽ? അച്ഛനോട് ഞാൻ അതേക്കുറിച്ച് പറയാനിരിക്കുകയായിരുന്നു. ഞാൻ മിക്കവാറും കഴക്കൂട്ടത്തേക്ക് തിരിച്ചു പോകും. കഴക്കൂട്ടത്തേക്കോ? അവിടെ എന്താ? ബാലചന്ദ്രൻ വിസ്മയാധീനനായി. ബ്രീത്ത മമ്മി സ്വന്തം പ്രാണനേക്കാൾ വലുതായി കൊണ്ടു നടന്ന ഒരു പ്രസ്ഥാനം അവിടെ ഉണ്ടായിരുന്നു, സ്നേഹനികേതനം. അസുഖം വന്ന് മരിച്ചു പോയത് കൊണ്ടാ അത് ഇടക്ക് വെച്ച് നിന്നുപോയത്. ഏറ്റെടുത്ത് നടത്താൻ ആരും ഉണ്ടായില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കൂടി മനസ്സ് വെച്ചാൽ അത് സാധിക്കുമെന്ന്. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അച്ഛാ. അതിന് അച്ഛന്റെ സഹായം എനിക്ക് വേണം, പപ്പയുടെ സഹായം വേണം, എല്ലാവരുടെയും സഹായം വേണം. ബാലചന്ദ്രൻ നിഷേധരൂപേണ തലയാട്ടി. ഒരു വിവാഹം കഴിച്ച് സൗഖ്യവും സന്തോഷവുമുള്ള ഒരു കുടുംബ ജീവിതത്തിലേക്ക് നടന്നു കയറേണ്ട നീ ജീവിതം പാഴാക്കാനാണോ ഉദ്ദേശ്യം? അച്ഛൻ അങ്ങനെ പറയരുത്. ഞാനിപ്പം ഇവിടെ നിൽക്കുന്നത്, രേവതിക്കുട്ടി മാമച്ചന്റെ വീട്ടിൽ അവരുടെ മകളെപ്പോൾ നിൽക്കുന്നത്, കുളത്തൂപ്പുയിൽ റാണി ആന്റിയുടെ ചിന്നുമോൾ നിൽക്കുന്നത്, ഞങ്ങളെ ഏറ്റെടുത്ത് സ്വന്തം മക്കളെപ്പോലെ വളർത്താൻ ബ്രീത്ത മമ്മി എന്നൊരമ്മ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാ. ഇനി ബാലചന്ദ്രന് എതിർക്കാൻ ന്യായങ്ങളൊന്നുമില്ല. അച്ഛന്റെ സഹായം മാത്രമല്ല, അനുഗ്രഹവും വേണം, അലീന പറഞ്ഞു. ബാലചന്ദ്രൻ ദീർഘമായി നിശ്വസിച്ചു. അലീന, ഒരു ചെറുപ്പക്കാരൻ നിന്റെ കൂടെ ഒരു ജീവിത സ്വപ്നം കണ്ട് ദിവസങ്ങൾ എണ്ണുന്നുണ്ട്. അത് നീ മറന്നോ? അലീന ഉത്തരമൊന്നും നൽകാതെ മൗനമായി നിന്നു. സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ കൃഷ്ണയുടെ മുഖം വാടിയിരുന്നു. അവൾ ആലോചിച്ചും വിഷമിച്ചും നിൽക്കുന്നത് കണ്ട് അലീന ചോദിച്ചു, എന്താ, എന്തെങ്കിലും എടുക്കാൻ മറന്നോ? അവൾ പരിഭവത്തിൽ അലീനയെ നോക്കി. സമയം പോവും കൊച്ചേ, വാ. കൃഷ്ണയുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് അലീന സിറ്റൗട്ടിലേക്ക് നടന്നു. ഞാൻ തിരിച്ചു വരുമ്പം അലീന ചേച്ചി ഇവിടെ ഉണ്ടാവത്തില്ലല്ലോ. അതാണ് അവളുടെ വിഷാദത്തിന് കാരണം. ഞാൻ ഇടയ്ക്കൊരു ദിവസം വരും മോളെ. നിന്നെ കൂടി കുളത്തൂപ്പുഴയ്ക്ക് കൊണ്ടുപോകും. നിനക്ക് അവധി കിട്ടട്ടെ. അതൊന്നും കൃഷ്ണയെ ആശ്വസിപ്പിച്ചില്ല. അലീന ചേച്ചി, 2 ദിവസം കൂടെ ഇവിടെ നിന്നിട്ട് പോയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ. ആ, രണ്ടും അതിൻ്റെ കൂടെ ഒന്നും ഒക്കെ ഞാനിവിടെ നിന്ന് കഴിഞ്ഞു, അലീന പുഞ്ചിരിയോടെ പറഞ്ഞു. നീ വിളിച്ചാൽ വിളികൾക്കുന്നിടത്തുണ്ടാവുമല്ലോ ഞാൻ. പിന്നെന്താ? കൃഷ്ണ മിണ്ടിയില്ല. മോളെ, പഠിപ്പ് ഉഴുപ്പിയേക്കരുത് കേട്ടോ. ബബിതയെ അനുസരിക്കണം. ഇവിടിപ്പോ ജോലിക്കാരും ഒന്നുമില്ലല്ലോ. അവൾ തനിയെ വേണ്ടേ എല്ലാം ചെയ്യാൻ. നീ അവളെ സഹായിക്കണം. അച്ഛനോട് ഒട്ടും അകൽച്ച കാണിക്കരുത്. രാവിലെയും വൈകിട്ടുമൊക്കെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കണം. അമ്മയോടും ഒരിക്കലും ദേഷ്യം തോന്നരുത്. അച്ഛനും അമ്മയുമൊക്കെ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യർ തന്നെയാണ്. എപ്പോഴും ഓർത്തോണം. അവർക്കുമുണ്ട് സങ്കടങ്ങൾ. അവരുടെ കണ്ണിലും കണ്ണുനീരുണ്ട്. അവർ കരയുന്നത് നമ്മൾ കാണാറില്ലെന്നേ ഉള്ളൂ. സിറ്റൗട്ടിൽ നിന്ന് ഇറങ്ങും മുമ്പ് അലീന അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. പോയിട്ട് വാ. വരുമ്പോഴെന്താ? സ്നേഹമുള്ളവർക്ക് കാണാനും മിണ്ടാനും ദൂരം ഒരു തടസ്സമാണോടി? എനിക്കൊരു വിഷമമുണ്ട് ചേച്ചി. എന്താ അത്? അലിനി ചേച്ചി ഇവിടുത്തെ ജോലിക്കാരിയായിട്ട് നിന്ന കാലത്ത് അറിയാതെ ഞാൻ വല്ലതും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണേ. പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണ് നിറഞ്ഞു.
അലീനയ്ക്കും അത് കേട്ട് സങ്കടമായി. അറിയാതെ നീ എനിക്ക് തന്ന സ്നേഹത്തിന്റെ ഒരംശം പോലും വരില്ലല്ലോ മോളെ. അതൊന്നും നിനക്കെന്നോട് ഇഷ്ടമാണല്ലോ എന്നോർത്ത് ഞാൻ എന്തുമാത്രം ആശ്വസിച്ചിട്ടുണ്ട്. നിന്റെ സ്നേഹം തന്ന ധൈര്യത്തിലാ ഞാൻ പലപ്പോഴും പിടിച്ചു നിന്നത്. വിഷമിക്കണ്ട കേട്ടോ. നിന്നെ ആദ്യം കണ്ട അന്നു മുതൽ വാത്സല്യമല്ലാതെ ഒരനിഷ്ടവും എനിക്ക് തോന്നിയിട്ടില്ല. അലീന അവളുടെ നെറുകയിൽ തലോടി. ഗേറ്റ് വരെ അലീനയും കൂടെ ചെന്നു. ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ നടന്നു മാറുന്നത് വരെ അലീന ഗേറ്റിൽ തന്നെ നിന്നു. പിന്നെ അലീന തിരികെ വന്ന് കുളത്തൂപ്പുഴയ്ക്ക് പോകാനുള്ള ഒരുക്കം തുടങ്ങി. ബബിതയുടെ അടുത്ത് ചെന്നപ്പോൾ അവൾ ആദ്യമേ തന്നെ വിലക്കി. എൻ്റെ അടുത്ത് യാത്ര പറച്ചിലൊന്നും വേണ്ട, അങ്ങ് പോയാ മതി. ഒരാഴ്ച കഴിയുമ്പം ഇങ്ങ് വന്നേക്കണം. വീടിന്റെയും അച്ഛന്റെയും കൃഷ്ണമോളുടെയും എല്ലാ ചുമതലയും എൻ്റെ തലയിലോട്ട് വെച്ചിട്ട് രക്ഷപ്പെടാനാണെങ്കിൽ അത് നടക്കില്ല മോളെ. എനിക്ക് മാത്രം എന്താ ഇത്ര ഉത്തരവാദിത്തം? വീട്ടിലെ മൂത്തയാളല്ലേ എല്ലാം നോക്കേണ്ടത്. അലീന അവളെ ആലിംഗനം ചെയ്യാൻ ഭാവിച്ചപ്പോൾ അവൾ പിന്നോട്ട് മാറി. വേണ്ട വേണ്ട, ഇത് പറ. ചേച്ചിക്കല്ലേ എന്നെക്കാൾ ഉത്തരവാദിത്തം. ഇത്ര നാളും ആരും അറിഞ്ഞില്ല, അംഗീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു. ഇപ്പോഴോ? പറ. സമ്മതിച്ചു, എന്റെ ഉത്തരവാദിത്തമാ. അതിൽ പകുതി ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാ. അത് നിന്നിലുള്ള വിശ്വാസം കൊണ്ടാ. എല്ലാം ഭംഗിയായി നോക്കി നടത്താൻ നിനക്ക് പറ്റുമെന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുകയാണോ? അല്ലല്ലോ. അവിടെ ചെന്നിട്ടും എനിക്ക് കുറെ ജോലിയില്ലേ? ഇപ്പോഴും നീയല്ലേ ഉള്ളൂ എന്നെ സഹായിക്കാൻ. ഭവിതയുടെ ചെറുത്തുനിൽപ്പ് നീണ്ടു നിന്നില്ല. അവൾ അലീനയുടെ ആശ്ലേഷത്തിൽ ഒതുങ്ങി. അലീന ചേച്ചി ഇല്ലാത്തപ്പം ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നും. അതാ, അവൾ വല്ലായ്മയോടെ പറഞ്ഞു. അപ്പോഴൊക്കെ എന്നെ വിളിച്ചേക്കണം, ഏത് നട്ടപ്പാതിരേക്കാണെങ്കിലും. എന്നാലും അച്ഛൻ കടയിലും കൃഷ്ണമ്മ സ്കൂളിലും പോയി കഴിയുമ്പോൾ ഞാൻ ഇവിടെ തനിച്ചല്ലേ. എടി പെണ്ണേ, ഞാൻ കല്യാണം കഴിച്ചു പോയാലോ? അപ്പോ നീ എന്തു ചെയ്യും? അലീന കുസൃതിയോടെ ചോദിച്ചു. എന്നാ പെട്ടെന്ന് കല്യാണം കഴിക്ക്, എന്നിട്ടൊരു കുഞ്ഞിനെ ഇങ്ങോട്ട് താ, ഞാൻ വളർത്തിക്കൊള്ളാം. ആഹാ, ദോശ ചുടുന്ന പോലെ എല്ലാം എത്ര പെട്ടെന്നാ. ഞാൻ തമാശ പറഞ്ഞൊന്നും അല്ലെന്നേ. എനിക്കെന്തൊരു കൊതിയാണെന്നറിയോ അലിനി ചേച്ചിയെ ഒരു കുഞ്ഞായിട്ട് കിട്ടാൻ. പെൺകുട്ടി മതി. ഞാൻ അവളെ അണിയിച്ചൊരുക്കി പൊന്നുംകുടം പോലെ കൊണ്ടു നടക്കും. അവൾ എന്നെയായിരിക്കും അമ്മേന്ന് വിളിക്കുന്നേ. അലിനി ചേച്ചി വേണേ വേറെ പണിക്ക് പോയിക്കൊള്ളണം കേട്ടോ. കേട്ടു. അലീന അവളുടെ കണ്ണിനു മീതെ ഉമ്മ വെച്ചു. അവൾക്ക് ഏറ്റവും ഇഷ്ടം അതാണെന്നറിയാം. ഉടൻ അവൾ മറ്റേ കണ്ണും തൊട്ട് കാണിച്ചു. മോളെ, നിന്റെ അടുത്ത് ഞാൻ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇനി നീയാണ് ഈ കുടുംബത്തിന്റെ അത്താണി. രോഗത്ത് നിന്നേക്കാൾ മൂത്തതാണെങ്കിലും നിന്റെ അത്രയും ഇരുത്തം വന്നിട്ടില്ല. അവനെ കൂടി ശ്രദ്ധിച്ചേക്കണം. പിന്നെ നിന്റെ പഠിപ്പ്. ഡിഗ്രിക്ക് തന്നെ പോണോന്ന് നീ മനസ്സിരുത്തി ആലോചിക്കണം. അന്നും ഡിഗ്രിക്ക് ചേരാൻ കുറെ കാരണങ്ങളുണ്ടായിരുന്നു. ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിന്റെ ആഗ്രഹം, അമ്മ നിന്റെ കാര്യത്തിൽ കാട്ടിയ അലംഭാവം, എല്ലാം കൈവിട്ടതുപോലുള്ള അച്ഛന്റെ മാനസികാവസ്ഥ. ഇപ്പോ ആ സ്ഥിതിയെല്ലാം മാറി. നിനക്കിഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാം. ഒരു വർഷം നഷ്ടപ്പെട്ടത് കണക്കാക്കണ്ട ഇനി. ഡിഗ്രിക്ക് തന്നെ തുടരാനാണ് പ്ലാനെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിച്ചോളണം. 3-4 മാസം നഷ്ടപ്പെട്ടതൊന്നും കണക്കാക്കണ്ട. എക്സാം എഴുതാൻ കോളേജിൽ നിന്ന് അനുവാദം തന്നിട്ടുണ്ടല്ലോ. അഥവാ തോറ്റുപോയാലും പിന്നീട് ഇംപ്രൂവ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഡിഗ്രിക്ക് ഞാനിനി പോണില്ല ചേച്ചി. വേറെ എന്തെങ്കിലും നോക്കാം. എന്റെ മനസ്സിലിപ്പം ഒരു ഐഡിയയും ഇല്ല. ഈ വർഷം ഇങ്ങനെങ്ങ് പോട്ടെ. കുറെ വായിക്കണം. അടുത്ത കൊല്ലം തലയിലെഴുത്ത് തെളിഞ്ഞു വരുമായിരിക്കും. എല്ലാം ശരിയാവും മോളെ. അലീന അവളുടെ നെറ്റി തലോടി. ചേച്ചി, ഇനി അമ്മ തിരിച്ചു വരുവോ? ബബിത വല്ലായ്മയോട് ചോദിച്ചു. പിന്നെ വരാതെ. മക്കളെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് എത്ര കാലം മാറി നിൽക്കാൻ ഒരമ്മയ്ക്ക് പറ്റും? ഒരിടത്തും ഇതുവരെ എത്തിയിട്ടില്ലാത്ത മക്കളെക്കുറിച്ച് ഓർത്താൽ അമ്മയ്ക്ക് അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുമോ? ഇപ്പോഴായിരിക്കും അമ്മയ്ക്ക് ഏറ്റവും സമാധാനം ചേച്ചി. അമ്മയില്ലെങ്കിലും പകരം ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് അമ്മയ്ക്ക് അറിയാലോ. അലിന ചേച്ചി ആരാണെന്നും അമ്മ അറിഞ്ഞു കഴിഞ്ഞല്ലോ. ഇതിൽ കൂടുതലൊരു സമാധാനം വേറെ എന്താ അമ്മയ്ക്ക് കിട്ടാൻ? അലീന വിസ്മയം പൂണ്ട് ബബിതയെ നോക്കി. തന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്ത വന്നില്ലല്ലോ എന്ന് അവൾ ആശ്ചര്യപ്പെട്ടു. ഒരുപക്ഷെ നീ പറഞ്ഞതായിരിക്കും ശരി. എന്നാലും അമ്മയ്ക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ലെന്നാ എന്റെ വിശ്വാസം, അലീന പറഞ്ഞു. ബാലചന്ദ്രൻ ഊണുമുറിയിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. പോയിട്ട് വരാൻ കേട്ടോ. ബബിതയുടെ കണ്ണിൽ ഒരു മുത്തം കൂടി നൽകിയിട്ട് അലീന മുറിവിട്ടിറങ്ങി. ബാലചന്ദ്രൻ ഷോപ്പിലേക്ക് പോകാൻ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. പോകാം അച്ഛാ. ബാഗ് സോഫയിൽ നിന്നും എടുത്ത് തോളത്തിട്ടുകൊണ്ട് അലീന പറഞ്ഞു. ബബിത അവരുടെ പിന്നാലെ കാർ പോർച്ച് വരെ പോയി. കാറിൽ കയറിയ ശേഷം അലീന ബബിതയെ നോക്കി. പൊയ്ക്കൊള്ളാൻ അവൾ കൈ കാട്ടി. ഗേറ്റ് കടക്കുമ്പോൾ അലീന റിയർവ്യൂ മിററിലൂടെ നോക്കി. ബബിത വരാന്തയിൽ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ എന്റെ കാര്യം വീണ്ടും കഷ്ടത്തിലായി അല്ലേ? ബാലചന്ദ്രൻ ചോദിച്ചു. അച്ഛൻ്റെ കാർ അടുത്തയാഴ്ച കിട്ടുമല്ലോ. അതൊക്കെ ശരി തന്നെ.
ഇനി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ തനിയെ ചെയ്യണം? ഡ്രൈവിംഗ് ഉൾപ്പെടെ. ഇതുവരെ സുഖമായിരുന്നു. ജ്വല്ലറി ഷോപ്പിന്റെ പാർക്കിംഗ് സ്ലോട്ടിൽ കാർ ചെന്ന് നിന്നു. ബാലചന്ദ്രൻ അലീനയുടെ നേർക്ക് മുഖം തിരിച്ചു. മോളെ, നിനക്ക് ഞാൻ എന്താണ് തരേണ്ടത്? അതൊക്കെ ഞാൻ ചോദിച്ചു വാങ്ങിച്ചോളാം. അലീന പുഞ്ചിരിച്ചു. ഇനി എന്ന് വരും? അറിയില്ല അച്ഛാ. എന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എന്താ? ആരോഗ്യം സൂക്ഷിക്കണം, മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം, ഡയറ്റ് നോക്കണം, മദ്യപിക്കരുത്, പുകവലിക്കരുത്, അങ്ങനെ ചില കാര്യങ്ങൾ. ആ, അതെല്ലാം ബബിത നോക്കിക്കൊള്ളും. അവളിപ്പം ഉത്തരവാദിത്വ ബോധമുള്ള വീട്ടമ്മയാ. അലീന പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാൽ എനിക്ക് നിന്നോടൊരു താങ്ക്സ് പറയാനുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം. ഭയങ്കരമായ ഒരു കപ്പൽ ചേതത്തിൽപ്പെട്ടതുപോലെയായിരുന്നു നമ്മുടെ കുടുംബം. വലിയ നാശനഷ്ടങ്ങളില്ലാതെ നീ അത് ഒരു കരയ്ക്കടുപ്പിച്ചു. താങ്ക്സ് എലോട്ട്. അച്ഛൻ താങ്ക്സ് ഒന്നും പറയണ്ട. ഞാൻ എന്ത് ചെയ്തു? ഇതിനെല്ലാം ഒരു നിയമമുണ്ടച്ചാ. നമ്മൾ അറിയാത്ത നിയമം, നമ്മുടെ ഇച്ഛക്കൊത്ത് വഴങ്ങാത്ത ഒരു നിയമം. അതനുസരിച്ചാ ഓരോ കാര്യവും നടക്കുന്നത്, അല്ലെങ്കിൽ നടക്കാതിരിക്കുന്നത്. ശരി, ഞാൻ തർക്കത്തിനില്ല. ഇറങ്ങട്ടെ മോളെ. ബാലചന്ദ്രൻ അവളുടെ കരം ഗ്രഹിച്ചു. അലീന അനുകൂല ഭാവത്തിൽ തലയാട്ടി. ബാലചന്ദ്രൻ ഇറങ്ങി ഡോർ അടച്ചു. അലീനയുടെ നിറക്ക് കൈവീശി. അവൾ കാർ പിന്നോട്ടെടുത്ത് തിരിച്ചു. ഇനി കുളുത്തൂപ്പുഴയ്ക്ക്. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.